ഈ വ്യക്തി സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഒക്കെ പെണ്ണുങ്ങൾക്ക് മാത്രം മതിയോ, ഇത് ആണുങ്ങൾക്കും വേണ്ടേ എന്നുള്ള ചൂടുള്ള ഒരു ചർച്ച ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എനിക്കതിൽ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഒന്ന് കേൾക്കണേ. തമിഴ് ആക്ടറായിട്ടുള്ള ജയം രവിയുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രസമ്മേളനവും അതിൻ്റെ വീഡിയോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, സെലിബ്രിറ്റികളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ പബ്ലിക്കിലേക്ക് വലിച്ചഴക്കപ്പെടുമ്പോൾ നല്ലൊരു ശതമാനം ആളുകൾക്കും അതെല്ലാം ഒരു എൻ്റർടൈൻമെൻറ്റാണ് അല്ലേ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലെന്ന് പറഞ്ഞ പോലെയാണ്. ആത്മാർത്ഥമായിട്ട് അതിനോട് സഹതപിക്കുന്നവരും അല്ലെങ്കിൽ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നവരൊക്കെ വളരെ കുറവായിരിക്കും. അതൊരു എന്താ പറയുക, സൊസൈറ്റിയുടെ ലോ അങ്ങനെയാണ്. അതിപ്പോൾ നാളെ നിങ്ങൾക്കോ എനിക്കോ ഒക്കെ സംഭവിച്ചാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ല ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം. അദ്ദേഹം അതിൽ പറയുന്നൊരു വാചകം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഞാൻ അവരുടെ ആ ഒരു പേഴ്സണൽ കേസിലേക്ക് പോകുന്നതല്ല. അതും അദ്ദേഹം പറഞ്ഞൊരു വാചകത്തിനെ മാനിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, അത് കേട്ടവർക്കറിയാം, എൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയോ, നിങ്ങൾ ആരെങ്കിലും അവിടെ വന്ന് താമസിച്ച് നോക്കിയിട്ടുണ്ടോ? സോ അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്നും പടച്ചുണ്ടാക്കരുത് എന്നുള്ളത്. അപ്പോൾ സെലിബ്രിറ്റി ഒന്നും ആവണമെന്നില്ല, ജനറലി ഇങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് ഒരു ഭാഗം പിടിച്ച് സംസാരിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. കാരണം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവരുടെ വീട്ടിൽ എന്താ സംഭവിച്ചത്, എന്താണ് യഥാർത്ഥത്തിലെ പ്രശ്നം എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ഈ കണ്ടും കേട്ടും ഒക്കെയുള്ള വിവരങ്ങളുടെ പുറത്താണ് ഓരോരുത്തരുടെ ഭാഗം പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിലും അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്. രണ്ട് പാർട്ടികൾ, രണ്ട് സൈഡുണ്ട്, അവർക്ക് തെറ്റും ശരിയും ഒക്കെ ഉണ്ട്. അതൊന്നും എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ പോലെ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും മാന്യമായിട്ടുള്ള കാര്യം. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് അതൊന്നും അല്ല കേട്ടോ. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല, ജോയിൻ്റ് അക്കൗണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മദറിൻലോ മാധ്യമങ്ങളായിട്ട് സംസാരിച്ച സമയത്ത് ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻ വന്നപ്പോൾ അവർ പറഞ്ഞു, ഒരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ അങ്ങനെ എൻ്റെ നിൻ്റെ എന്നൊക്കെ ഉണ്ടോ, എൻ്റെ അക്കൗണ്ട് നിൻ്റെ അക്കൗണ്ട് എന്നൊക്കെ ഉണ്ടോ, എല്ലാം ഒന്നല്ലേ എന്ന് പറഞ്ഞു. ഇത് രണ്ട് വ്യക്തികളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഓക്കെ, ലൈക്ക് ജയം രവിക്ക് ആ ഒരു സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഇല്ല എന്ന് ഇത് വളരെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മദറിൻലോ അങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല, ഭാര്യയും ഭർത്താവും ആവുമ്പോൾ എൻ്റെ നിൻ്റെ എന്നുള്ളതിൻ്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ആ സ്ത്രീയുടെ അഭിപ്രായം. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിലും നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ അഭിപ്രായമാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്, ഭാര്യ ഭർത്താവായി എന്നുള്ളത് കൊണ്ട് നിൻ്റെ എൻ്റെ എന്നൊന്നും വേണ്ട, ഒറ്റ അക്കൗണ്ട് മതി എന്നുള്ളതിനോട് എനിക്കൊരിക്കലും വ്യക്തിപരമായിട്ട്, ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ, എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം അത് ഭാര്യ സമ്പാദിച്ച് ഭർത്താവ് വീട്ടിലിരിക്കാവട്ടെ, ഭർത്താവ് സമ്പാദിച്ച് ഭാര്യ വീട്ടിലിരിക്കാവട്ടെ, രണ്ടുപേരും സമ്പാദിക്കുന്ന കപ്പിളാവട്ടെ, എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ചില സംഗതികൾക്ക് ചില പ്രിവസി വേണം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾക്ക് ആ സ്പേസ് നിർബന്ധമായിട്ട് വേണം. ഇതിൽ പല കോമ്പിനേഷൻസ് ഉണ്ടാവാം അല്ലേ. ഇപ്പോൾ ഭർത്താവ് സമ്പാദിക്കുന്നു, ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നോക്കി ഒരു ഹോം മേക്കറായിട്ട് ജീവിക്കുന്നു, അവർക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല. അപ്പോൾ അതിനാണ് കോടതി വളരെ നല്ലൊരു കാര്യം പറഞ്ഞത്, ഭാര്യയ്ക്ക് ഒരു മാസം എത്രയാണോ അവർ അർഹിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള ശമ്പളം, സാലറി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം. കാരണം വീട് നോക്കുക, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, അത് അവരുടെ കടമയല്ല, അവർ ചെയ്യുന്ന ജോലി തന്നെയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എ ജോബ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ജോലിയൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവർ ചെയ്യുന്ന ആ പ്രവൃത്തിക്കുള്ള മൂല്യം അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം അവർക്ക് മാസം മാസം കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കപ്പിളാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിന് സ്വന്തമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് ആയിരിക്കുമല്ലോ സാലറി വരിക, ഭാര്യയ്ക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാവണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ തന്നെ വേണം. ഭാര്യയ്ക്ക് മാസം മാസം അവരുടെ കാര്യങ്ങൾക്കുള്ള എത്രയാണോ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു സാലറി അത് അവർക്ക് കൊടുക്കുക. തിരിച്ചിട്ട് ഭാര്യ വർക്ക് ചെയ്യുന്ന, ഇപ്പം അങ്ങനത്തെ കപ്പിളുകളും ഉണ്ടല്ലോ, ഭാര്യ വർക്ക് ചെയ്യുന്നു, ഭർത്താവ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, അതിലും ഒരു മോശമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം. ഇറ്റ് ഈസ് 50-50. ഇതിൽ ഭാര്യ തന്നെ ചെയ്യണമെന്ന് ഒരു നിയമം എവിടെയുമില്ല. അതൊക്കെ പണ്ടത്തെ കാലം. അങ്ങനെയാണെങ്കിലും ഇതേ റൂള് തന്നെ അവിടെ അപ്ലൈ ചെയ്യാം. ഭർത്താവിന് ഒരു മാസത്തെ എന്താണോ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള പ്രതിഫലം അത് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ട് കൊടുക്കണം. ഇത് എന്തിനാ അപ്പം അങ്ങനെ ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് നോക്കിയാൽ പോരെ, ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കണ്ടല്ലോ. അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരു കാര്യത്തിന് ഒരു 5 രൂപ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടുക എന്ന് പറയുന്നത്, അത് ഭർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടിയാലും, ഭാര്യയുടെ മുമ്പിൽ കൈ നീട്ടിയാലും, അച്ഛൻ്റെ മുമ്പിൽ കൈ നീട്ടിയാലും, സഹോദരങ്ങളുടെ മുമ്പിൽ കൈ നീട്ടിയാലും അതൊരു രണ്ടാം കിട തന്നെയാണ്. അത് ആ കൈ നീട്ടുന്ന ആൾക്ക് വലിയ ഒരു ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ ഒരു അപമാനം തന്നെയാണ്.
അങ്ങനെ ആരും ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ആവശ്യം ഉണ്ടാകരുത്. നിങ്ങളൊരു ജോലി എടുക്കുന്നുണ്ടെങ്കിൽ, അത് വീട്ടിലെ ജോലിയാണെങ്കിൽ, വീട്ടുപണി, ഹോം മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതും ഒരു ജോലിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതിനും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സാലറി വേണം. നിങ്ങളുടെ ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരവസ്ഥ, നിങ്ങൾക്ക് സോ കോൾഡ് ജോബ്, സാലറീഡ് ജോബ് ഇല്ല എന്ന് വെച്ചിട്ട് ഒരാണിനും വരരുത്, ഒരു പെണ്ണിനും വരരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ അത് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവർക്ക് കൃത്യമായ സാലറി കൊടുക്കുക. അവരുടെ കാര്യങ്ങൾക്കുള്ള പൈസ അവരെ സമ്പാദിക്കട്ടെ. അവരുടെ കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് ആത്മാഭിമാനത്തോടു കൂടി ചെലവ് ചെയ്യാനുള്ള ഒരു അവസ്ഥ നിങ്ങൾ അത് ഉണ്ടാക്കി കൊടുക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി രണ്ടുപേരും ജോലി ചെയ്യുന്ന കപ്പിളാണെങ്കിൽ പിന്നെ അതിന് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അവനവൻ്റെ സാലറി അവനവൻ എടുക്കുക, അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതിൻ്റെ അർത്ഥം വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ കമ്പാർട്ട്മെൻറ്റിൽ എൻ്റെ കാര്യം ഞാൻ ഇന്നതിന് മാത്രമേ, എൻ്റെ കാര്യങ്ങൾക്ക് മാത്രമേ, അങ്ങനെയല്ല. ഒരു ഭാര്യയും ഭർത്താവും അങ്ങനെയല്ല ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു EMI അടയ്ക്കാനുണ്ടെങ്കിൽ രണ്ടുപേരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. വീട്ടിലെ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ എൻ്റെ നിൻ്റെ അങ്ങനെയൊന്നും ആരും പറയില്ല. പക്ഷേ ഒറ്റ അക്കൗണ്ട്, ജോയിൻ്റ് അക്കൗണ്ട്, അത് ഇത് തന്നെയാണ് പ്രശ്നം. അത് ഒരിക്കലും ഒരു നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. നമുക്കിങ്ങനെ കാവ്യാത്മകമായിട്ട് പറയാനേ പറ്റൂ. നമ്മളൊന്നല്ലേ, നമ്മൾ രണ്ട് മെയ്യാണെങ്കിലും ഒരു ഹൃദയമല്ലേ, ഹൃദയമൊക്കെ ഒന്നായിക്കോളൂ, പക്ഷെ ബാങ്ക് അക്കൗണ്ട് ഒന്നാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഞാൻ എല്ലാ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും രണ്ടുപേരോടും കൂടിയാണ് പറയുന്നത്, ഒരാളോട് മാത്രമല്ല. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും വേണം, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഏണിങ്ങും വേണം, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കും വേണം. നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു ആവശ്യം വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നുള്ളത് അവനവൻ്റെ കടമയാണ്. അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പുറത്ത് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടിയാണ്. അതൊന്നും ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യും. നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കുന്ന കപ്പിളാണെങ്കിൽ അവരത് ചെയ്തിരിക്കും. അതാരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എനിക്ക് പറയാനുള്ളത് സ്വത്ത് വാങ്ങുന്നതിനെ പറ്റിയിട്ടാണ്. ഈ പ്രത്യേകിച്ചിട്ട് സമ്പാദിക്കുന്ന ഭർത്താവ് ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുക, തിരിച്ചും ഭാര്യ പുറത്തു പോയിട്ട് പലപ്പോഴും കാണുന്ന ഒരു പ്രോബ്ലമാണ്. അബ്രോഡ് ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിലെ സ്ഥലം വാങ്ങുന്നതും വീട് വാങ്ങിയതൊക്കെ ഭാര്യയുടെ പേർക്ക്, പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ അതൊക്കെ കണ്ടവന്മാർ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഭാര്യ അത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും അല്ല പറയണം കേട്ടോ, ചില സ്ത്രീകളെങ്കിലും. തിരിച്ചും ധാരാളം സംഭവിച്ച് കാണാറുണ്ട്. ഭാര്യ യൂഷ്വലി ഗൾഫായിരിക്കില്ല, പല യൂറോപ്യൻ കൺട്രീസിലും അങ്ങനെ എത്രയോ സ്ത്രീകളുണ്ട് അല്ലേ. ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ നാട്ടിലായിരിക്കും. നാട്ടിലേക്ക് പണം അയക്കുന്നതും സ്ഥലം വാങ്ങുന്നതും പ്രോപ്പർട്ടി വാങ്ങുന്നതും വീട് വാങ്ങുന്നതും ഒക്കെ ചിലപ്പോൾ നാട്ടിലുള്ള ഭർത്താവിൻ്റെ പേരിലായിരിക്കും. തിരിച്ചു വരുന്ന സമയത്തായിരിക്കും സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാവില്ല, മേപ്പട്ടയ്ക്ക് നോക്കിയിട്ട് വരവേൽപ്പ് സിനിമ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് പുറത്ത് സമ്പാദിക്കുന്ന അല്ലെങ്കിൽ സമ്പാദിക്കുന്ന ഏത് ഭാര്യയോടും ഭർത്താവിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ വാങ്ങണം, വേറെ ആരുടെ പേരിൽ. അതിന് എത്ര വിശ്വാസമുണ്ട് നിങ്ങൾക്ക്, ഭാര്യയോട് എത്ര സ്നേഹമുണ്ട്, ഭർത്താവിനോട് എത്ര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ വാങ്ങുക കേട്ടോ. അത് പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ പണി കിട്ടും. എല്ലാവരും പണി തന്നൊന്നും വരില്ല, പക്ഷേ ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഇതിൻ്റെ പുറത്ത് ധാരാളം കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക്, നമ്മളെപ്പോഴും സ്ത്രീയുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റിയിട്ട് എപ്പോഴും സംസാരിക്കാറുള്ളത് അല്ല. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ആണിനും വേണ്ടതാണ്. സ്പേസ് എന്ന് പറയുന്നത് ഒരു പെണ്ണിനും ആണിനും, ഒരു വ്യക്തിയാണത്, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. മനസ്സിലായില്ലേ? അത് ഒരു പെണ്ണിന് മാത്രമുള്ളതല്ല, ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് ആണിനും വേണം പെണ്ണിനും വേണം. സ്പേസ്, പ്രിവസി, ഇതെല്ലാം ഒരു ആണിനും പെണ്ണിനും വേണം. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ജോയിൻറ്റിൻ്റെ അത് ആ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. സ്വന്തമായിട്ട് ഏണിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്വന്തമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് സ്വന്തം പേരിൽ വാങ്ങുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിനോട് എതിരഭിപ്രായമുള്ളവർക്കും കമൻറ്റ് ബോക്സിൽ ഇടാം, അനുകൂലിക്കുന്നവർക്കും കമൻറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടാം. ചർച്ചകൾ ഉണ്ടാവട്ടെ, അപ്പോഴല്ലേ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരൂ അല്ലേ. അപ്പോൾ ശരി, ബൈ.